നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആയുർവേദിക് കമ്പനിയായ പങ്കജ് കസ്തൂരി ഹെർബൽസ് തങ്ങളുടെ പ്രധാന ഉൽപ്പന്നമായ ബ്രീത്ത് ഈസി ഗ്രാന്യൂൾസിന് 1 കോടി ഉപഭോക്താക്കൾ എന്ന സുപ്രധാന നേട്ടം കൈവരിച്ചു. ഔഷധ സസ്യങ്ങളുടെ വിപുലമായ ഗവേഷണത്തിലൂടെ പ്രകൃതിദത്തമായി തയ്യാറാക്കിയ ബ്രീത്ത് ഈസി വികസിപ്പിക്കുന്നതിനും ശ്വസന അടിസ്ഥാനത്തിൽ ചേരുവകളും ഗ്രാന്യൂളുകൾ 17ലധികം ഉപയോഗിച്ച് ശ്വാസനാളത്തെ പ്രക്രിയ സുഗമമാക്കുന്നതിനുമായി സവിശേഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. കഠിനമായ ശ്വാസകോശ സംബന്ധ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന രോഗികൾക്ക് ഒരു പരിഹാരമെന്ന നിലയിലാണ് ഈ ഉൽപ്പന്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ബ്രീത്ത് ഈസിക്ക് 1 കോടി ഉപഭോക്താക്കളെ നേടാനായത് അതിന്റെ ഫലപ്രാപ്തിയെയും ഞങ്ങളുടെ ഉൽപ്പന്നത്തിൽ ഉപഭോക്താക്കൾ അർപ്പിച്ച വിശ്വാസത്തെയും വ്യക്തമാക്കുന്നു. പങ്കജ് കസ്തൂരി ഹെർബൽ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ പറയുന്നു. പങ്കജ് കസ്തൂരി എന്ന പേരിൽ ആരംഭിച്ച ഉൽപ്പന്നം പിന്നീട് ബ്രീത്ത് ഈസി ഗ്രാന്യൂൾസ് എന്ന പുനർനാമകരണം ചെയ്യപ്പെടുകയായിരുന്നു. അലർജിക്കെതിരെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും ബ്രോങ്കൈറ്റിസ്, ഇസ്നോഫീലിയ, സൈനസൈറ്റിസ്, റൈനൈറ്റിസ് എന്നിവയിൽ നിന്നും ആശ്വാസം നേടുവാനും പങ്കജ് കസ്തൂരി ബ്രീത്ത് ഈസി ഗ്രാന്യൂൾസ് സഹായകവും ഫലപ്രദവുമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച നിർമ്മാണ രീതികൾ സ്വീകരിക്കുന്നതിൽ പങ്കജ് കസ്തൂരി ഹെർബൽസ് ഇപ്പോഴും വളരെ മുന്നിലാണ്. ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി 26 ക്വാളിറ്റി ചെക്ക് പോയിന്റുകൾ കടന്നാണ് ബ്രീത്ത് ഈസി വിപണിയിലെത്തുന്നത്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ നിർമ്മാണ കേന്ദ്രം ലോകാരോഗ്യ സംഘടനയുടെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഇതു സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയായി. സർട്ടിഫിക്കറ്റ് ഉടൻ ലഭിക്കും. നിലവിൽ പങ്കജ് കസ്തൂരി ഗ്രൂപ്പിൽ 1600 ജീവനക്കാർ ജോലി ചെയ്യുന്നു. ഇതിൽ 70% വനിതാ ജീവനക്കാരാണ് എന്നും ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ കൂട്ടിച്ചേർത്തു. മലേഷ്യയിലേക്കും UAE-യിലേക്കുമുള്ള കയറ്റുമതി പങ്കജ് കസ്തൂരി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം USA, കാനഡ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സമീപ ഭാവിയിൽ തന്നെ ആരംഭിക്കുവാനും കമ്പനി പദ്ധതിയിടുന്നുവെന്ന് പങ്കജ് കസ്തൂരി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ അരുൺ വിശാഖ് നായർ പറഞ്ഞു. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കിഷൻ ചന്ദ്, ശ്യാം കൃഷ്ണൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.